ആറ്റുകാലമ്പലം ഭരിക്കുന്നയാള് കഴുത്ത് വെട്ടുന്ന പാർട്ടി പോയിരിക്കുക, കഴുത്തടക്കുന്ന IS പോയിരിക്കുകയാണ്. വഴിതെറ്റി പോകുന്നതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ താലൂക്കിലും ധാരാളമുണ്ട്. കവിഞ്ഞെങ്കിലും പറഞ്ഞാൽ എനിക്കറിയാൻ ഞാൻ ഇതിനെക്കുറിച്ച് കിടക്കുന്നില്ല. ഇപ്പോഴൊന്നും അല്ല വഴിതെറ്റാൻ തുടങ്ങിയത്, നേരത്തെ തന്നെ തുടങ്ങി. അതുകൊണ്ട് ഈ പെമ്പിളർക്ക് ഈ സ്ലേറ്റിന്റെ അത്രയുള്ള ഈ ഫോണും ആരും ആവശ്യം കൊടുക്കുന്നു. പഴയ സ്ലേറ്റിന്റെ അത്രയായി ഫോൺ. ഈ ഫോണാണ് ഇല്ല, ഫോണാണ്. പിള്ളേരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിന്റെ പേര് വാട്സപ്പ്. പിന്നെന്തായതുകൊണ്ട് വേറെ സൂത്രങ്ങളുണ്ടല്ലോ, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ളതെല്ലാം കാശ് കൊടുക്കത്തുള്ളൂ. അതിനകത്തൊക്കെ കാണുന്ന ദൃശ്യങ്ങൾ കാട്ടിയാൽ പോലും കാണാത്ത കാര്യങ്ങളാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അഭിമാനമുള്ള, അന്തസ്സുള്ള, പാരമ്പര്യമുള്ള, ഐശ്വര്യമുള്ള, അന്യവിഭാഗങ്ങളെ വെറുക്കാതെ സഹായിക്കാൻ പഠിച്ച ഒരു വലിയ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഉടമകളാണ്. അങ്ങനെയുള്ള നമ്മൾ അത് തുടരണം. നിലവിളക്ക് കൊളുത്തി വെക്കുന്നതിന് മുമ്പ് പുറകിൽ നെരിപ്പോടും തീ കൊള്ളുന്നവരാണ് നമ്മൾ, നമ്മുടെ വിശ്വാസം. ഇന്നാരും ചെയ്യുന്നില്ല. എന്റെ അമ്മ ചോദിക്കും, ഞാൻ മലപ്പുഴ വീട്ടിൽ കാണും, ഞാൻ പഠിച്ചൊക്കെ വഴിയില്ല. ഞാൻ വീട്ടിൽ വരുമ്പോ അമ്മ ചോദിക്കും, ഇത് ചെയ്യുന്ന ആളിന്റെ പേര് വിളിച്ച് ലക്ഷ്മിയെന്നോ കല്യാണിയെന്നോ പൊന്നമ്മയെന്നോ, പൊന്നമ്മേ നെരിപ്പോടി തീ കോരിയോ? നെരിപ്പോടി തീ കോരി 5 മിനിറ്റ് കഴിഞ്ഞാലേ മുമ്പിൽ നിലവിളക്ക് കൊടുത്തു. വിശ്വാസം എന്താ? വിശ്വാസം മൂദേവിയും ലക്ഷ്മിയും ചേട്ടൻ ജയിക്കുക, രണ്ടുപേരും ഒരുമിച്ച എല്ലാ വീടും സന്ദർശിക്കാൻ. നായന്മാര് പിന്നെ സന്ദർശിക്കാൻ, അച്ഛന്മാര് വീട് സന്ദർശിക്കാൻ. മുസ്ലിങ്ങൾക്കുണ്ട്. എന്താ കാര്യം? ആദ്യം തീ കാണുന്നിടത്ത് മൂദേവി അങ്ങിരുന്നോളൂ. ലക്ഷ്മി മുൻവശത്ത് വിളക്കിന് ഇരിക്കും. ഇപ്പൊ മൂദേവികൾ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല. മോശമായ മരുമക്കളൊക്കെ ആണെങ്കിൽ ആ ജോലി അവർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൾച്ചറൊക്കെ മാറി. കർക്കിടക മാസമാണ്, നിർബന്ധമാണ്. രാമായണത്തിലെ ഒരുപാട് എനിക്ക് കാണാനറിയാം. വീട്ടിൽ വന്നാൽ അമ്മ രാമായണം വായിക്കും. വായിക്കാതെ വായിപ്പിക്കും, വായിക്കണം, നിർബന്ധമാണ്. വായിച്ചില്ലെങ്കിൽ രാത്രി ആഹാരം തരത്തില്ല. ഞാനാണെങ്കിൽ 10ാമതാണ്, ഒറ്റയാണേ ഉള്ളൂ. ഇപ്പോഴെങ്ങാനും വന്നെങ്കിൽ ഞാൻ ജനിക്കത്തോലും ഉണ്ടായിരുന്നു. കാരണം 1 2 അല്ലാതെ അത് കൂടുതൽ വരത്തില്ലല്ലോ. പിന്നെ 10ാമത്തെ എനിക്കെന്താ കാര്യം? രാമായണം ഇപ്പോഴും കാണാപ്പാടോ, പലതും കാണാപ്പാടോ. എനിക്ക് രാമായണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാണ്ഡമെന്ന് പറയുന്നത് കിഷ്കിന്ധാകാണ്ഡമാണ്. അതിന് കാരണമുണ്ട്, ചുമ്മാതൊന്നും ഇഷ്ടപ്പെട്ടതല്ല. രാമായണത്തിന്റെ കഥ ഒരു ഭാഗത്തേക്ക് മാറുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലാണ്. അതുപോലെ മറ്റു പല കാര്യങ്ങളാണ്. സീതയെ അന്വേഷിച്ചു പോകാൻ കിഷ്കിന്ധാകാണ്ഡത്തിലാണ് ഹനുമാൻ രംഗത്ത് വരുന്നതും ഹനുമാൻ ഉൾപ്പെടെയുള്ള വാനരന്മാർ നിയോഗിക്കപ്പെടുന്നത്. അതിന്റെ ഫലമാണ് രാമരാവണ യുദ്ധമുണ്ടായി ക്രൂരരായ രാവണനെ രാമൻ വധിക്കുന്നത്. ലോകത്തിന് മുഴുവൻ ശാപമായ അതിന്റെ തുടക്കം ആരംഭിക്കുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലാണ്. ആ കിഷ്കിന്ധാകാണ്ഡം ഇരിക്കുന്നത് കാണാപ്പാടോ. അമ്മ വായിക്കാൻ പറഞ്ഞാൽ അപ്പൊ അമ്മ എപ്പോഴും ചോദിക്കും, ഇത് മാത്രമായി എനിക്കിഷ്ടമാണ്. ഇന്ന് രാമായണം ആരെങ്കിലും വായിക്കൂ? ആ സമയത്ത് കറുത്ത മുത്ത് കാണും, അല്ലെങ്കിൽ ഭാര്യ കാണും, അല്ലെങ്കിൽ വേറെ രണ്ടെണ്ണം ഇടയ്ക്ക് ഈ TV വെക്കുമ്പോൾ കാണുന്നതാ. വേറെ ഒരെണ്ണം കാണും. ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളൊക്കെ കാണും. TV കണ്ടോണ്ടിരുന്നാൽ ഭാര്യയെ അന്വേഷിച്ച് ഭർത്താവ് നടക്കുക.
ഭാര്യയുടെ പുറകിൽ കൂടെ ഭർത്താവ് വന്ന് പോകുമ്പോൾ ഭാര്യ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കുക. കാരണം കഥയോട് അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പൊ നനച്ചേ പറ്റൂ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ടെൻഷൻ, രാത്രി കിടന്ന ഉറങ്ങാൻ. നാളെ എന്തോ സംഭവിക്കുന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ആ സമയം തന്നെ ഇത് കാണുന്നു. അതൊരു ഹരമാണ്. അല്ല രാമായണമോ ഭാഗവതമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പാരായണമുണ്ടോ? ഭാഗവത പാരായണം അമ്പലങ്ങളിൽ നടക്കും. അവർ സ്വയം കുറ്റപ്പെടുത്തില്ല. എടുത്താൽ എനിക്ക് അവകാശമുണ്ട്, അതുകൊണ്ടായി ചെയ്യുന്നത്. ഭാഗവതം വായിക്കും. ഭാഗവതം കേൾക്കാൻ ആള് കാണുകയില്ല. ഉച്ചയാകുമ്പോഴേക്ക് സദ്യ ഉണ്ണാൻ ഇഷ്ടംപോലെ ആള് കാണും. എന്തിനായി സദ്യ? അവിടെ നിന്ന് കേട്ടിട്ട് വിശക്കാതെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പൂർണ്ണമായി ഭാഗവതവും അതിന്റെ വ്യാഖ്യാനവും കേൾക്കുന്നതിന് വേണ്ടിയ സദ്യ. സദ്യക്ക് വേണ്ടിയല്ല ഭാഗവത പാരായണം. ഭാഗവത പാരായണത്തിന് വേണ്ടിയ സദ്യ അല്ലയോ? സദ്യക്ക് വേണ്ടി എന്തല്ലോ സദ്യ കൊടുക്കാനാണെങ്കിൽ അമ്പലത്തിൽ വേണം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാല എവിടാ പൊങ്കാല ഇടുന്നത്? ദേവീ ക്ഷേത്രത്തിലെ പൊങ്കാല ഇടാവില്ല. പൊങ്കാല ആർക്കാ? ദേവിക്കല്ല. അതിനൊരു സങ്കല്പമുണ്ട്. കാളീദേവി അസുരനെ കൊന്നതിന് ശേഷം വിജയിച്ചു കഴിഞ്ഞപ്പോ കുളിച്ച് സൂര്യന് പൊങ്കാല ഇട്ടു എന്നാണ് സങ്കല്പം. ആ സങ്കല്പത്തിന്റെ ആർക്കും അറിയില്ല. അതാണ് സങ്കല്പം. അയ്യപ്പ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുക. അയ്യപ്പന് പൊങ്കാല കണ്ടുകൂടാ. കാര്യം അയ്യപ്പൻ സ്ത്രീകൾ, അതായത് അയ്യപ്പന് പല ഇതുണ്ട്. ബാല, കൗമാര, ഭാര്യയുമായുള്ള അയ്യപ്പൻ അച്ചൻകോവിലില്, നിത്യപരമ്പരാരിയായ ശബരിമലയിലെ അയ്യപ്പൻ. അയ്യപ്പ ക്ഷേത്രത്തിൽ പൊങ്കാല, വിഷ്ണു ക്ഷേത്രത്തിൽ പൊങ്കാല, ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ഇടാവും. ഇപ്പോ പൊങ്കാല തുടങ്ങിയിരിക്കുകയാണ് പല ക്ഷേത്രങ്ങളിൽ. പട്ടാഴി പൊങ്കാല ഇടാം, തനു പൊങ്കാല ഇടാം, നമ്മുടെ ക്ഷേത്രമുണ്ട് അഞ്ചല് പൊങ്കാല ഇടാം, ദേവീക്ഷേത്രമാണ്. ദേവീക്ഷേത്രങ്ങളിൽ പൊങ്കാല ഇടണം, നല്ല കാര്യമാണ്. കാരണം അങ്ങനെയെങ്കിലും ഈ പൊങ്കാലയുടെ ഉദ്ദേശം എന്താണ് എന്നല്ല, ഒരുമിച്ചമഞ്ഞ് തലമൊക്കെ ആയിട്ട് പോയി എങ്ങനെ കാണാം, അതുകൊണ്ട് പൊങ്കാലയ്ക്ക് പോകാമെന്ന് പറയുന്ന ഒരുപാട്. അതല്ല ലക്ഷ്യം. അപ്പൊ നമ്മുടെ ആർഷ സംസ്കാരം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും തന്നെ. ശബരിമല സ്ത്രീകളെ പ്രവേശിപ്പിക്കണം. സ്ത്രീകൾ പ്രവേശിക്കുന്നത് പക്ഷേ വ്രതത്തോടുകൂടി സ്ത്രീക്ക് ശബരിമല പോകാൻ പറ്റാത്ത കൊണ്ടാ പ്രവേശിക്കാൻ പാടില്ലെന്ന് പറയും. ഇപ്പൊ ഞാൻ പോയാലും 41 ദിവസം വ്രതം എടുത്തേ കയറാവൂ, അല്ലെ കുറെ കൂടെ കയറാം. ഞാൻ ഒരു പ്രമാണിയാ, പണി കൂടെ കയറി പൊക്കള. എന്നോട് ആരും ചോദിക്കില്ല. ഞാൻ വ്രതം എടുത്തു എന്നോട് ആരെങ്കിലും ചോദിക്കുമോ? ചോദിക്കില്ല. അത് അവനവന്റെ വിശ്വാസമാണ്. 41 ദിവസം തുടർച്ചയായി ചില കാലഘട്ടങ്ങളിൽ വ്രതമെടുക്കാൻ പ്രയാസമായതുകൊണ്ടാണ് വ്രതമില്ലാതെ പണിയ വെട്ടിക്കൂടാ എന്ന് ആചാര്യന്മാർ വിധിച്ചത്. ആരോടും വിരോധമുള്ളതുകൊണ്ടല്ല. ആരും കാലം അടുത്ത കാലം വരെ സ്ത്രീകളകത്ത് കയറിക്കൂടായിരുന്നു. ഇപ്പൊ കയറാമെന്നായിരിക്കും. അധികം ക്ഷേത്രത്തില് കയറിക്കൂടായിരുന്നു. ബാലക്ഷേത്രത്തിൽ കാണാം, കുളത്തൂപ്പിഴ. 2 ഭാര്യമാർ ഇടത്ത് വശവും വലത്ത് വശവും ഇരിക്കുന്ന അച്ചൻകോവിലും കാണാം. ശാസ്താവാണോ എന്നെനിക്കറിയില്ല. ഇതൊക്കെ ബുദ്ധന്റെ പ്രതിമയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിലേക്ക് കിടക്കുന്നില്ല. കയറിക്കൂടാത്തടുത്ത് കയറിക്കൂടാ. ഇപ്പൊ തിരുവൈരാണിക്കുള്ള ഒന്നൊരു ക്ഷേത്രമുണ്ട്. ആണ്ടിൽ 7 ദിവസം ആ ക്ഷേത്രം തുറക്കും. പിന്നെ അടച്ചിട്ടിരിക്കുക. ആലുവായ്ക്കടുത്ത് 7 ദിവസമേ പാവൂ. അത് കഴിഞ്ഞാൽ ക്ഷേത്രമില്ല. ബദരീനാഥ് 6 മാസം കൂടിയുള്ളൂ. അതിന്റെ കാരണം അവിടെ പൂജയ്ക്ക് ആള് പോകാൻ പറ്റുകയില്ല. പൂജ വേണ്ടെന്ന് വെച്ചാൽ മഞ്ഞ് മൂടി കിടക്കുക, കുന്നോളം മഞ്ഞ്. പക്ഷെ അപ്പോഴും വിളക്ക് കത്തിക്കൊണ്ടിരിക്കും, ചൂടുവെള്ളം വന്നുകൊണ്ടിരിക്കും കുടിക്കാൻ. ഐസ് അത്രേ സ്ഥലത്ത് മാറിക്കിട്ടും. പറ്റുകയില്ല.
അപ്പൊ ഇതിനൊക്കെ ചില ചിട്ടകളുണ്ട്. ഇത് ഭരണഘടന തീരുമാനിക്കേണ്ട കാര്യമല്ല. നീ പറയുന്നുണ്ട്, ഞാൻ പറയാ, സ്ത്രീക്കും പുരുഷനും തുല്യതയുള്ളത് അമ്പലത്തിൽ കയറാനാണ് എന്നെവിടെങ്കിലും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ കൗഞ്ചരി എന്നുകൊണ്ട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കയറ്റാതിരിക്കുന്നത് ശരിയാണോ? ഇതാരും ഒന്നും മിണ്ടാത്തെ, അവരെ പേടിയാ, കഴുത്തറശി. മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കയറിക്കൂടല്ലോ, പള്ളി കയറിക്കൂടുന്നത് മാത്രമാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിയുമ്പോൾ കഴുത്തേൽ ഒരു മാലയിട്ട് ഒരു മിഞ്ഞു കെട്ടുവോ? കെട്ടുകല്ലോ. അങ്ങനെയാണെങ്കിൽ അവരും കെട്ടണ്ടേ, പിന്നെ അവരുടണ്ടേ പൂമാല, അവരും വാങ്ങിക്കണ്ടേ വസ്ത്രം. 15-16 കോടി വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ കയറുന്നത് ഏതെങ്കിലും ഒരു കോടതി കുറയാമോ എന്ന് കയറാൻ ആ കോടതി കാണുകയില്ല. ഈ ശബരിമല കേസ് ഇരിക്കുന്നവരുടെ മുമ്പ് ഇതുകൊണ്ടൊന്ന് വിട്ടുകൊടുക്കും, അളപ്പടവും. ഇവിടെ ഒരു കാര്യമില്ലാതെ മനുഷ്യന്റെ കഴുത്തറക്കുക. വെടിവെച്ചല്ലിപ്പ കൊല്ലുന്ന IS എന്ന് പറയുന്ന ഒരു കഴുത്തറക്കുക, കോഴിയുടെ കഴുത്തറക്കുന്നു. വേദം ചൊല്ലിയല്ല അറക്കുക ആളുകളെ. അവർ വഴി കയറാൻ പറയാത്തെന്താ? എന്തുകൊണ്ട് പറയുന്നില്ല? സ്ത്രീയും പുരുഷനും ഒന്നാണ്. ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഞാനിത് പത്രത്തിൽ പറഞ്ഞു. എന്നോട് ആരെങ്കിലും ജഡ്ജിനാ പറഞ്ഞു, എനിക്ക് ഭരണഘടനയാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ മലബാർ ചോദിച്ചു, ഇങ്ങനത്തെ വിധി വന്നാൽ നാളെ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ട്, അവകാശമുണ്ടെന്ന് പറഞ്ഞൊരു കേസിന് പോയാൽ ഈ ജഡ്ജിമാരാണോ തീരുമാനിക്കുന്നത്? കേരളത്തിലെ ശബരിമല അമ്പലത്തിൽ തന്ത്രവിധി പ്രകാരം തന്ത്രിമാരും ആചാര്യന്മാരും പറഞ്ഞ കാര്യമല്ല ശരിയെന്ന് കുര്യൻ ജോസഫ് പറയാൻ തുടങ്ങിയാൽ എന്താകും നമ്മുടെ സ്ഥിതി? കുര്യൻ ജോസഫ് ജഡ്ജിയാണ്. ശബരിമല അമ്പലത്തിൽ സ്ത്രീകൾ കയറുന്നതിനെ കുറിച്ച് കുര്യൻ ജോസഫിന്റെ വിധി കേട്ടാൽ തന്നെ ഒരു പഠിപ്പില്ല. പാലിനകത്ത് അമയത്തും കത്തിയോടില്ല. വേറെ സമുദായത്തിലാണെങ്കിൽ ചെയ്യൂല, ചെയ്യും. നാളെ രാവിലെ ശ്രീനാരായണ ഗുരു വിളക്ക് വെച്ച് ആരാധിക്കുന്നു. ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവരുടെ അവകാശമാണ് നഷ്ടപ്പെട്ടത്. ആരാധിക്കുന്നവരുടെ അവകാശമാണ്. ചരിത്രപരമായ തെളിവില്ല, അങ്ങനെ പാടില്ല എന്നാണ് ഒരു ജഡ്ജി പറഞ്ഞാൽ അത് തെറ്റാണ്. വിശ്വാസിയുടെ പ്രശ്നമാണ്. അതുപോലെ ഈ കാര്യങ്ങളിലൊന്നും ആർക്കും അഭിപ്രായമില്ല, നിൽക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൈന്ദവരുടെ ആചാരങ്ങളിൽ കടന്നു കയറുക. ഇപ്പൊ രാമജന്മക്ഷേത്രം അവിടെ പള്ളിയാണോ അമ്പലമാണോ ഒന്നൊരു സുപ്രീം കോടതിയുടെ വിധി ഒഴിയാതെ കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളിവിടെ പോയി കണ്ടില്ല, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് മുസ്ലിങ്ങൾ. കാശി വളരെ വിശിഷ്ടമല്ലേ? എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു അമ്മയെ കാശി കൊണ്ടിരിക്കണം. പക്ഷെ അവിടെ കൊണ്ടുപോയപ്പോഴാ മനസ്സിലായ എന്റെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയുടെ വല്ലവണ്ണം. ഇതൊരു അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് അവിടെ ഇരിക്കും. കാശിയിൽ എന്താ സ്ഥിതി? അമ്പലം കയ്യേറി പള്ളി, കാശി വിശ്വനാഥന്റെ മുഖത്ത് പൂ എറിഞ്ഞാൽ പൂ ചെന്ന് വീഴുന്നത് പള്ളിയിലാണ്. കാശി പോയിട്ടുള്ള ആളുകൾക്കറിയാം, പള്ളിയിലാണ്. അത് ഒഴിഞ്ഞാലുണ്ട്. ഒഴിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ രാമജന്മഭൂമി എന്ന് പറയുന്നത് രാമൻ ജനിച്ച സ്ഥലം തന്നെയാണ്. പക്ഷെ കാലാകാലങ്ങളായി അത് ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആ ബാബറല്ല, വേറെ ബാബറാണ്. ബാബർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ സന്യാസി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ സ്ഥലമാക്കി മാറ്റി. ഹിന്ദുക്കൾ തമ്മിലടിയാണല്ലോ. തിരിച്ചു കിട്ടുമോ? ഇനി ഏത് സുപ്രീം കോടതി പറഞ്ഞിട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല. അവിടെ ക്ഷേത്രം പണിതില്ലല്ലോ. കവുഞ്ചേരി ഇന്നും കല്ലും കൊണ്ടുപോയി ചൂടുകെട്ട കൊണ്ടുപോയില്ലയോ പണിയാൻ? നിങ്ങളൊക്കെ പറഞ്ഞു കാണും. ഒരു 10-15 കൊല്ലം ചൂടുകെട്ടയായിട്ട് പോയി വിടുന്ന ആളുകൾ ചൂടുകെട്ട അങ്ങ് എത്തിയില്ല.
അമ്പലം പണിഞ്ഞതുമില്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ അമ്പലം പണിയുന്നു. 2 കൊല്ലമായി. പ്രധാനമന്ത്രിയുടെ പണിയൊന്നും നടക്കുന്നില്ല, പിന്നെ അമ്പലത്തിന്റെ പണി നടക്കില്ല. നമ്മളെപ്പോലെ അസംഘടിതരായ ഒരു വിഭാഗം. പുരാൻ സാഹിബ് എന്നൊരു എഴുത്തുകാരനുണ്ട്. ഞാൻ കൗഞ്ചേരി പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞു വിളിച്ച് പ്രയോജനമാണ്. പക്ഷെ ഇപ്പം നായരാന്നൊരു തോന്നലൊരു സ്ഥലമാണ് കൗഞ്ചേരി. എല്ലാവർക്കും ഇല്ല, ഇവിടെ വന്ന പുരാൻ സാഹിബ് എന്ന് പറഞ്ഞൊരു ചരിത്രകാരനുണ്ട്, ചൈനീസ് ചരിത്രകാരനാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം മുഗൾ രാജവംശത്തിന് മുമ്പുള്ള പുസ്തകമാണ്. ചൈനീസ് ഭാഷയിൽ എഴുതി ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ്. യാൻ സാങ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ, വടക്കേ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളൊരു 10 കുതിരയും ഒരു 5 ആനയും കുന്തവും കൊണ്ട് നടന്നു വരുന്ന 10 പട്ടാളക്കാരുമായിട്ട് വന്നാൽ വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈന്ദവൻ ഭാര്യയും ഇന്ന് തല നോക്കിയിട്ട് പറയും, ഇനി മുതൽ നമ്മൾ കരം കൊടുക്കട്ടെ ഇയാക്കാം, ഈ വരുന്ന ആക്കാം. ഇന്ന് കരമാണല്ലോ ജനങ്ങളുമായിട്ടുള്ള ബന്ധം. ഇനി മുതൽ നമ്മൾ കരം കൊടുക്കട്ടെ ഇയാക്കാം. ഇതായിരുന്നില്ലേ ഇവിടുത്തെ ഹൈന്ദവർ ഒരുമിച്ചൊന്നും തുപ്പിയാൽ ഒലിച്ചു പോകുന്ന രാജവംശങ്ങൾ എത്ര വർഷം നമ്മെ ഭരിച്ചു, എത്ര വർഷം ഭരിച്ചു? അക്ബർ മുതൽ ഇങ്ങോട്ടെടുത്താൽ മുഗൾ സാമ്രാജ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യം. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമൊന്നും ആയിരുന്നില്ല കേരളം. അശോകന്റെ പോലും ആയിരുന്നില്ല. ഉത്തരവിഹാരങ്ങളുണ്ടായിരുന്നു. അപ്പൊ സംഘടിതമായി നിൽക്കാനും സംഘടിച്ചു നിൽക്കാനും കഴിയണം. ആരെ തിന്നാനും കൊല്ലാനും വെട്ടാനുമല്ല. അവനവന്റെ മൗലികമായ ആദർശങ്ങളും മൗലികമായ വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ, രാജ്യത്തെ സംരക്ഷിക്കാനും മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാനും, മുമ്പിൽ കുത്തുകൊള്ളരുതെന്ന് പറയുന്ന വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാതെ ആത്മഹത്യ ചെയ്തവരുടെയും തലമുറ ഇന്ന് നമ്മുടെ വിശ്വാസം നേരിടുന്ന അപകടങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാനും അത് തുടരാനും വേണ്ടി വന്നാൽ ജീവൻ കൊടുത്തു പ്രവർത്തിക്കും. വിശ്വാസമാണ് വരുന്നത്. അങ്ങനെയല്ലേ ഇപ്പൊ ഒരുപാട് പേര് വിശ്വാസത്തിന് വേണ്ടിയല്ലേ കഴുത്തിറക്കുന്നത്. ആചാരമ്പലത്തിലെ പെണ്ണുപോയേക്കുന്ന വിശ്വാസത്തിന് വേണ്ടി. ആരുടെ വിശ്വാസത്തിന് വേണ്ടി? അവരുടെ വിശ്വാസമല്ല, വേറെ ആരുടെ വിശ്വാസത്തിന് വേണ്ടിയാ കഴുത്തിറക്കാൻ പോയവരുടെ കൂടിയും. നമുക്ക് അത്ര പോലും വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മുടെ നിഷ്ഠകളൊക്കെ പാലിക്കണം. നമ്മുടെ ക്ഷേത്രങ്ങൾ പുരോഗമിക്കണം, ആരാധന വർദ്ധിക്കണം, ആഴത്തിലുള്ള ആരാധന നടത്താൻ പഠിക്കണം. പത്രത്തിൽ കാണുന്ന വെച്ചല്ല, ഹൈന്ദവരോട് ആർക്കും എന്തും ചെയ്യാവുന്നതാണ് നിലപാട്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആദ്യമായി ഹരിജനങ്ങളെ ക്ഷേത്രത്തിൽ കയറ്റിയത് തിരുവിതാംകൂറിലാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കണം. കൊട്ടാരക്കരയിലെ തൃക്കണ്ണമംഗ ക്ഷേത്രത്തിലാണ് ആദ്യത്തെ പന്തി ഭോജനം. ഹരിജനങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചത് അത് ശരിയാ. കാരണം ഹൈന്ദവരിൽ ചാതുർവർണ്ണ്യം ഏൽപ്പിച്ചതുകൊണ്ടാണ് ഹൈന്ദവൻ ഇങ്ങനെയായത്. ഒരേ ദേവൻ വിശ്വസിക്കുന്ന, ഒരേ ദേവിയിൽ വിശ്വസിക്കുന്ന, ഒരേ അമ്പലത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അമ്പലത്തിനകത്ത് കയറ്റുകയില്ല എന്ന് ഹിന്ദു എന്ന് പറഞ്ഞോ അന്ന് കുഴപ്പമായി. ശങ്കരാചാര്യന് പോലും പറഞ്ഞത് ശരിയല്ല. ഇവിടെ ഹിന്ദു ഒന്നേ ഉള്ളൂ, നായരുടെ ഭൂരിയില്ല. 14-ാമത്തെ വയസ്സിൽ പൂനൂല് പൊട്ടിച്ച ശങ്കരാചാര്യരാണ് പ്രശസ്തനായ സന്യാസി. ആ പ്രതിഷ്ഠകളാണ് ഏറ്റവും വലിയ പ്രതിഷ്ഠകൾ. ഗുരുവായൂർ പ്രതിഷ്ഠ പോലും അദ്ദേഹം ആകാശമാർഗേണ പോകുമ്പോഴാണ് ഉടനെന്നാണ് വയ്പത്. ശങ്കരാചാര്യർ പോലും പറഞ്ഞു. പക്ഷെ നമ്മളത് മാറ്റിയില്ല. മാറ്റാതെ ഒരു വിഭാഗം വിശ്വാസികളെ അകറ്റി നിർത്തി. അകറ്റി നിന്നവരകന്നുപോയി. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, സിലോണിൽ നിന്ന് ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യയിൽ വന്നു ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറാറായി.
കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രമാണിമാർ പറഞ്ഞു, നീ ഇതിനകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈഴവരുടെ സ്വാതന്ത്ര്യം അവസാനിച്ചത്. ഞാൻ പറഞ്ഞത് ഇത് കുമാരനാശാൻ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവും പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ തന്നെ ഹിന്ദു സമുദായത്തെ പലതും കണ്ട് ഹിന്ദുവിനെ പലതാക്കി ജാതി തിരിച്ച് ഹിന്ദുത്വത്തിന്റെ പാവന നഷ്ടപ്പെടുത്തി. ആ പാവന നഷ്ടപ്പെടുത്തിയാണ് നമുക്ക് പറ്റിയ അപകടം. ഇതാരും മറക്കരുത്. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാനും നമ്മുടെ ആദർശങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, ഉറപ്പുള്ള വിശ്വാസങ്ങൾ നിലനിർത്താനും അടുത്ത തലമുറയ്ക്ക് കൂടി നേതൃത്വം കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ ഏറ്റെടുക്കണം. ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് നമ്മൾ. ഇനിയും ആ നേതൃത്വം തുടരണം. നമ്മുടെ പിള്ളേരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മുടെ മുറ്റത്തുകൂടെ സുന്നത്ത് കഴിഞ്ഞ പയ്യൻ ഓടി നടക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഇടയാകാതിരിക്കാം. കണ്ടാൽ നല്ല രസമാണ്. ഇടയാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളെ ശരിക്കും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഫോണൊന്നുമില്ല, പഠിക്കാനൊന്നും, വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വീട്ടിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ല. വീട്ടിൽ വന്നാൽ ചാണകത്തിന്റെ മണമാണ്. ഇപ്പൊ ചാണകത്തിന്റെ മണമെന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് വലിയ വിരോധമാണ്. ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വെക്കേഷൻ വരുന്ന പിള്ളേര് കൊതുക്, ചാണകം, കമുഞ്ചേരിൽ എങ്ങനെ താമസിക്കും എന്ന് ചോദിക്കുന്ന കാലമാണ്. അങ്ങനെയാക്കി നമ്മൾ, അങ്ങനെ കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വിശ്വാസം, നമ്മുടെ വീട്ടിന്റെ സാഹോദര്യം, സാമൂഹ്യ പ്രതിബദ്ധത, ഇതെല്ലാം നോക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ശക്തവും സമ്പന്നവുമായ, എല്ലാ തരത്തിലും സമ്പന്നവുമായ ഒരു സമുദായമായി നമ്മൾ മാറണം. നമ്മൾ ഒരുപാട് മാറി. നമ്മുടെ പിള്ളേർക്ക് ഞാൻ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ കേട്ടുകാണ്, കൊരവയിടാൻ അറിയാവുന്ന എത്ര പെൺപിള്ളേരുണ്ട്? ഈ കൊരവയിടാൻ ഈ ലോകത്ത് അവകാശമുള്ള ഒറ്റ സമുദായമുള്ളൂ, അത് നായരാണ്. കല്യാണത്തിന് പണ്ട് ശബരിമല പോകുമ്പോൾ, കെട്ടു നിറയ്ക്കുമ്പോൾ വയലിന്റെ വരമ്പയിൽ കൂടെ പോയി എന്റെ റോഡിൽ കയറുന്നവരെ കൂടെ പോകും 10 സ്ത്രീകൾ കൊരവയിട്ടുമുണ്ട്. കെട്ടു നിറയ്ക്കുമ്പോൾ കൊരവയിടും. തിരിച്ച് ശബരിമലയിൽ നിന്ന് വന്ന് കെട്ടഴിക്കുമ്പം കൊരവയിടും. താലി കെട്ടുമ്പം കൊരവയിടും. 3 വയസ്സുള്ളവരെ താലി കെട്ടുമ്പം കൊരവയിടും. കല്യാണത്തിന് കൊരവയിടും. വരണം സ്വീകരിക്കുമ്പം കൊരവയിടും. ഇപ്പോ ആകെ നമ്മൾ കേൾക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ കൊരവയ്ക്ക് പകരം പട്ടിയുടെ കൊലയാ കേൾക്കുന്നത്. പട്ടിയുടെ കൊലയാ, ഒരൊറ്റ കൊരവ ഇടാൻ ആർക്കറിയാം? ഞങ്ങളാ യൂണിയനിൽ നിന്ന് പനമ്പറ്റ വിളിച്ച് പെൺപിള്ളേരെ കൊരവിടാൻ പഠിപ്പിച്ചയച്ചു. ഒറ്റ പിള്ളേരും കൊരവിട്ടില്ല. ഞാൻ മന്ത്രിയായിരിക്കുമ്പോ ഈ കൊരവ നമ്മുടെ കലാപരിപാടികളുടെ തിലകമാകാൻ വേണ്ടി ഒരു ഐക്യമായിട്ട് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചു പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇവിടുന്ന് പോകുന്ന പിള്ളേർക്ക് ആർക്കെങ്കിലും കിട്ടും. അന്വേഷിച്ചപ്പോ കൊരവയ്ക്ക് ആരും ചേർന്നിട്ടില്ല. കിട്ടിയത് മലപ്പുറത്തുള്ള ഒരു മുസ്ലിം പെട്ടിന കൊരവിടുന്നതിന്റെ 1ാം സമ്മാനം കിട്ടിയത്. അങ്ങനെയൊക്കെയായി. അറബി പഠിപ്പിക്കാൻ പോയാൽ നല്ലതാ, ഒരു ജോലി കിട്ടും, കുഴപ്പമില്ല. നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം ലംഘിക്കപ്പെട്ട ഒരു വിഭാഗമായി നമ്മൾ അധപ്പതിക്കാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കരയോഗം 2ആകാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ താലൂക്കിലെ വലിയ കരയോഗങ്ങളൊക്കെ 2ആകുക. ഞാൻ പ്രസിഡന്റായിട്ടുള്ള കരയോഗം 3ആയി. തലൂരെ വടകോട് കരയോഗം, പാണ്ടിത്തിട്ട കരയോഗം, ഞാറക്കാട് കരയോഗം എല്ലാം വിഭജിച്ചു. അഞ്ചൽ അഗസ്ത്യക്കോട്ട് കരയോഗം വിഭജിച്ചു. പനയഞ്ചേരി വിഭജിക്കാൻ പോകുന്നു. കുരാ കരയോഗം, മഞ്ഞക്കാല കരയോഗം വിഭജിക്കാൻ പോകുന്നു. ഒരു 100 വീട്ടിൽ കൂടുതൽ കരയോഗത്തിൽ പാടില്ല. ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ 160-150 ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കരയോഗം നടക്കത്തില്ല. പണ്ട് നായന്മാര് കുറവായിരുന്നപ്പോഴും ആള് കുറവായിരുന്നപ്പോഴും ഉണ്ടായ 176 എന്ന് പറഞ്ഞാൽ
മിക്കവാറും ശ്രീ മന്നത്വപനാഭന്റെ കയ്യൊപ്പുള്ള രജിസ്ട്രേഷൻ ആയിരിക്കും. അത് സൂക്ഷിക്കണം. ഉണ്ടെങ്കിൽ ആ മഹാനുഭാവന്റെ കയ്യൊപ്പുള്ള ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കരയോഗത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണ്. ആരും അത് മറക്കരുത്. അതുകൊണ്ട് കരയോഗം വിളിക്കണം. ഞാൻ തിരുവനന്തപുരത്ത് പോയാൽ താമസിക്കുന്ന പാർട്ടി ഓഫീസിലാണ്. അവിടെ മുസ്ലിങ്ങളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഏറിയായി തമ്പാനും നായന്മാരും മാത്രം. ഇപ്പൊ കുറെ ആളുകൾ വന്നു പട്ടികാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പം പട്ടിയുടെ കുരവ് തന്നെ 5 പേര് ഉറങ്ങണ്ട. അടുത്തൊരു പള്ളി കൊണ്ടുവച്ചങ്ങ് വാങ്ങൂല്ല. ഈ വാങ്ങി വിളിക്കുമ്പോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മൈക്ക് അവർ നിർത്തി കൊടുക്കും. പക്ഷെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മൈക്ക് പ്രവർത്തിക്കുമ്പോ വാങ്ങി വിളിക്കുകയും ചെയ്യും. പത്ത് മുസ്ലിങ്ങൾ എടുത്തെത്തിയാൽ അവർ തെറ്റാകുന്നത്. ആദ്യം മേടിക്കുന്ന ഒരു മൈക്കാ. ഒരു 3 കിലോമീറ്ററെങ്കിലും ചുറ്റളവ് കേൾക്കാവുന്ന മൈക്ക്. എന്നാൽ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചാൽ അവർ പരാതി പറഞ്ഞു. ആയിരത്തി 1940-41 തിരുവനന്തപുരത്ത് പഠിക്കാൻ 2 കൊല്ലം മുൻപ് പഠിച്ച് ഒഴിച്ചാൽ ബാക്കിയൊക്കെ അല്ല. അവിടെ ഉണ്ടായ മാറ്റം നമ്മൾ കാണണം. പാളയത്തൊരു പള്ളി ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് പള്ളി എത്ര? പാളയത്തൊരു ക്രൈസ്തവ ദേവാലയം ഉണ്ടായിരുന്ന സ്ഥലത്ത് 100 കണക്കിന് പള്ളിയാണ്. ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ലയിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും പത്തനാപുരത്ത് നിന്നും ഉജ്ജയിനിൽ നിന്നും പോയ ആൾ ചെന്നാൽ അവർ ആദ്യം പള്ളി ഉണ്ടാക്കും. നമ്മളോ അവിടെ NSS കരയോ ഉണ്ടെങ്കിൽ ചേരുവര ചേർന്നാൽ അത് അടിച്ചു മുടക്കും. എന്തൊക്കെ ന്യായം പറഞ്ഞു. അതുകൊണ്ട് കരയോഗം വിഭജിക്കുന്നത് നല്ല കാര്യമാണ്. ഇനിയും വിഭജിക്കാനുള്ള കരയോഗങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ പത്തനാപുരത്ത് മഞ്ചള്ളൂർ കരയോഗം ഉണ്ടായിരുന്നു. ഇന്നലെ രണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, പറ്റിയില്ല. പല കരയോഗങ്ങളും ഇനി ഉണ്ടാക്കാനുണ്ട്. എളപ്പല്ലൂർ പൊന്നൂര് 5 ആക്കി, 5 അല്ലേ 8 പിടവൂർ 3 ആയി. പട്ടാഴി കരയോഗങ്ങൾ വിഭജിച്ചു. ഇനി കന്നിമേലയോട് വിഭജിക്കാനത് വിഭജിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കരയോഗങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതൽ അച്ചടക്കവും കൂടുതൽ പ്രവർത്തന സൗകര്യവും ഉണ്ടാക്കാൻ ഉപകരിക്കുന്നതാണ്. എനിക്ക് കവിഞ്ചേരിയോട് വളരെ ഇഷ്ടമുള്ളതാണ്, വളരെ സ്നേഹമുള്ളതാണ്. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടി വന്നാൽ ഒരാളെ MBBS പഠിപ്പിക്കണമെന്നാണ് വേദന. ഞാനൊന്നും അന്നുമല്ല. ഞാൻ ശ്രീ മന്നത്വനാമനോട് പറഞ്ഞ MBBS പഠിപ്പിക്കാനുള്ള കാഴ്ച വാങ്ങിച്ചു. അന്ന് നിർദ്ദേശമുണ്ട്. MBBS കഴിഞ്ഞ് വന്നാൽ ജോലി കിട്ടുന്നെങ്കിൽ ഈ തുക തിരിച്ചു കൊടുക്കണം. ഇത് കടമാണ്, തിരിച്ചു കൊടുക്കണം. ഇതിനെന്ന് വെച്ചാൽ അടുത്ത ആളെ പഠിപ്പിക്കാൻ പണം ഉണ്ടായി കഴിഞ്ഞാൽ കൗഞ്ചില്ല ഉണ്ടായില്ലെന്ന് മാത്രമല്ല വേറെ കുഴപ്പമുണ്ടായി. അതിലേക്ക് പറയുന്നില്ല, കിടക്കുന്നില്ല, അതിലേക്കാൻ കിടക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ NSS ഇപ്പൊ തന്നെ ഈ മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ഇന്നലെ പറഞ്ഞനുസരിച്ച് ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. പഠിക്കുന്ന പിള്ളേർക്ക് നിർത്തലരാണെങ്കിൽ അവർക്ക് പണം കൊടുക്കാൻ പഠിക്കാൻ IAS പോലും ഞാൻ തുടങ്ങിയതാ. ഇടയ്ക്കൊരു വല്ലതും ഇല്ല, മാറിയിരുന്നു. IAS പോലും കാശില്ല. പഠിക്കാൻ മിടുക്കുള്ള കുട്ടികൾക്ക് കോർപ്പറേഷൻ കാശ്, ബാങ്ക് ടെസ്റ്റ്, ക്ലറിക്കൽ ടെസ്റ്റ്, IAS, IFS, അങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റുകൾ, MA, MSc, BSc ഇങ്ങനെയുള്ള പരീക്ഷകൾക്കുള്ള വിദ്യാഭ്യാസം സമർത്ഥരായ സാമ്പത്തികമായി കഴിവില്ലാത്ത പഠിക്കാൻ മിടുക്കുള്ളവരെ അപേക്ഷിക്കുന്നില്ല, കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഞാന് അതിന്റെ ചെയർമാനായിരുന്ന കാലത്ത് പത്തനാപുരം താലൂക്കിൽ ചിലരെ കൊണ്ടൊക്കെ അപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപേക്ഷ പോലും അയക്കാൻ MBBS അഡ്മിഷൻ കിട്ടി അപേക്ഷ പോലും അയക്കാത്ത അശോകനാകുന്നും നോക്കി അയച്ചില്ല. എന്നെ ഇഷ്ടപ്പെട്ട വേറെ കുഴപ്പമുണ്ട്, അതിലേക്ക് കിടക്കുന്നു. അതുകൊണ്ട്
അപേക്ഷയുടെ സമയമാണ്. പഠിക്കാൻ സമർത്ഥരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉടൻ തന്നെ ഓൺലൈനായി അപേക്ഷ കൊടുക്കണം. ഇപ്പൊ തന്നെ നമ്മൾ പലിശ 3%, അത് അടുത്ത കൊല്ലം വർദ്ധിക്കും, സംശയം വേണ്ട. പക്ഷെ പണം തിരിച്ചടച്ചാലേ പലിശ കിട്ടും. പലിശയുടെ സർട്ടിഫിക്കറ്റ് വഴി പണം തിരിച്ചടക്കണ്ടേ? ഒരു സ്ത്രീ പെടവൂര് കാണിച്ച കുഴപ്പമുണ്ട്. നമ്മുടെ ലോണ് ഏതാണ്ട് 1 കൊല്ലം താമസം. ഇതെല്ലാം കൂടെ പോയി ബന്ധപ്പെട്ടടക്കും. ഒറ്റയാള് പത്തനാപുരം താലൂക്കിലെ 500 സംഘങ്ങളെയും ബാധിച്ചു. വെള്ളാപ്പള്ളിയാകാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാനും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അതാത് കാലഘട്ടങ്ങളിൽ യൂണിയൻ നിർദ്ദേശം തരുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകണം. മറ്റൊന്ന്, നമ്മള് പനമ്പറ്റയിൽ നമ്മൾ സ്കൂൾ നടത്തി, വലിയ നഷ്ടമാണ്. ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം. ഇപ്പൊ നമ്മളതൊരു കോളേജാക്കാൻ തീരുമാനിച്ചു. ഫസ്റ്റ് ഗ്രേഡ് കോളേജ് സ്ഥലമുണ്ട്, ആവശ്യപോലെ കെട്ടിടവും തൽക്കാലമുണ്ട്. കോളേജ് അനുവദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് നിലപാടെന്താണെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 1-ാം തരം കോളേജാകുമ്പോൾ ഈ കുഴപ്പം വരത്തില്ല. നമുക്കിവിടെ കിട്ടാൻ പോവുക. കിട്ടുകയാണെങ്കിൽ ഇക്കൊല്ലം തുടങ്ങില്ല. കാരണം നല്ല പിള്ളേരൊക്കെ പോയി മരുന്നിച്ചാൽ ഈ തുടങ്ങിയ ചപ്പും ചവറുമൊക്കെ കിട്ടും. അത് പ്രയോജനമില്ല. അടുത്ത കൊല്ലം മുതൽ ഭംഗിയായി ടൗൺ ജില്ലയിൽ തന്നെ കോളേജ് തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും അനുവാദങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് അടുത്ത കൊല്ലം തുടങ്ങാം. പണമൊക്കെ ഇപ്പോൾ അടച്ചു. തുടങ്ങാം എന്നാണ്. നടന്നുപോയി പഠിക്കാം ഈ പ്രദേശങ്ങളിൽ നിന്നും. പിന്നെ വണ്ടികളൊക്കെ ധാരാളം വരും. ഇതൊക്കെ NSS യൂണിയൻ ഒരു വലിയ പ്രസ്ഥാനമാണ്. 100 കണക്കിന് കോടി രൂപയാണ് അതിന്റെ ആസ്തി. ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ ഇരിക്കാനൊരു സ്റ്റൂൾ പോലും ഇല്ല. നമ്മുടെ പാലവും കെട്ടിടം പണിഞ്ഞതിനെ പറ്റി ഒന്നുമല്ല. കൊല്ലൂരെ കെട്ടിടത്തെക്കാൾ എത്രയോ വലിയ കെട്ടിടം 5, തലവൂര്, പനമ്പറ്റ ഒക്കെയാണ്. നമ്മൾ വലിയ കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങൾ നാളെ ഒരു സ്ഥലം നോക്കുക. 27 ഏക്കർ സ്ഥലം പറ്റുമെങ്കിൽ ഒരാഴ്ചക്കകം ഇടമണിൽ വാങ്ങിക്കും. കൊല്ലു കിട്ടുകയില്ല. കൊല്ലു ടൗണിലും സ്ഥലം കിട്ടില്ല. ടൗണിൽ 5-6 കിലോമീറ്റർ കിഴക്കോട്ട് കൊല്ലം ചെങ്കോട്ട റോഡിൽ സൈഡില് ഒരു പോയി നോക്കി ഞാൻ നാളെ കാണും. വിലയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലത്തോട് ചേർന്നൊരു 5 ഏക്കർ സ്ഥലം ഇനി ബാക്കി കിടപ്പുണ്ടായിരുന്നു. അന്ന് ചോദിച്ചിട്ട് തന്നില്ല. ഇപ്പൊ ഒരു വിൽക്കാൻ പോവാണെന്നാണ് പറയുന്നത്. ഫ്രണ്ടിലല്ല, താഴെ താഴെ, അതായത് നമ്മളതിന്റെ നേരെ പടിഞ്ഞാറ് വശം. ആ പുറകിൽ ഇങ്ങോട്ട് റോഡ് വരെ ഇല്ലേ? റോഡ് വരെ ഇല്ലേ? അത് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിവിടെ മേടിച്ചു ചേർക്കാം. പത്തനാപുരത്തൊരു വലിയ കോംപ്ലക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 6 ഏക്കർ സ്ഥലം പത്തനാപുരം ടൗണിൽ കിട്ടിയിട്ടുണ്ട്. പത്തനാപുരം ടൗണിൽ 6 ഏക്കർ സ്ഥലമുള്ള ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ വേറെ ഇല്ല. ടൗണില് ആദ്യമായിട്ടാണ് അവിടെ ഒരു വലിയ കോംപ്ലക്സ് ഉണ്ടാക്കണമെന്ന് ആലോചനയുണ്ട്. അത് വലിയ 10, 20, 30 കോടി രൂപ വലിയ ബാക്കിയാണ്. വലിയ സ്ഥാപനമാണ്. അങ്ങനെ യൂണിയനും കരയോഗങ്ങളും നായർ സമുദായവും പത്തനാപുരത്ത് വളർന്നുകൊണ്ടിരിക്കുക. അതിനൊക്കെയുള്ള അനുഗ്രഹം. 10 പൈസ പിരിച്ചിട്ടില്ല. 60 കൊല്ലക്കാലത്തിനിടയിൽ 10 പൈസ NSS യൂണിയന് വേണ്ടി ഒരു നായരിൽ നിന്നോ ഒരു കരയോഗത്തിൽ നിന്നോ നായരല്ലാത്തവരിൽ നിന്നോ പിരിച്ചിട്ടില്ല. ഇനിയും പിരിക്കലാണ്. പക്ഷെ എനിക്കെന്റെ ഒരു വിഷമം, ഞാൻ കഴിഞ്ഞാൽ ഒരു കള്ളൻ ഇതിനകത്ത് വരരുത്, വന്നുപോയാൽ വഴി. കാരണം ആവശ്യം പോലെ കാശുണ്ട്. വരുന്ന ആള് ഒരു റോൾസ് റോയ്സ് ഒക്കെ വാങ്ങാമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ കൊഴിഞ്ഞു ഒപ്പിട്ട് കൊടുത്താൽ മതി. ചെക്ക് യൂണിയന് അദ്ദേഹം ഒരു രീതി ഉണ്ടാക്കിയിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റ് തന്നെ ആ ഖജാൻജി ഇപ്പൊ 2 ഒപ്പ് വേണ്ട, ഒറ്റ ഒപ്പ് വേണ്ട. പക്ഷെ ഒന്നും നടക്കില്ല. ഒന്നത്തൊൽപ്പനാമന്റെ അനുഗ്രഹം കൊണ്ട് ആരെങ്കിലും കൊള്ളാവുന്ന ആളിനെ കൊണ്ട് തരും എന്നാണ് എന്റെ വിശ്വാസം. നായരോട് സ്നേഹമുള്ള കൊള്ളാവുന്ന ആളിനെ ഏൽപ്പിക്കും. ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയമായിരിക്കാം. 60 കൊല്ലം
ദീർഘമായ ഒരു കാലഘട്ടം. ഇന്ന് സമതാചാര്യൻ ശ്രീ മന്നത്വനാമനോടൊപ്പം മുഖത്തോട് മുഖം നിന്ന് പ്രവർത്തിച്ച ഒറ്റയാളെ ജീവിച്ചിരിപ്പുള്ളൂ. അത് പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായ ഞാനാണ് എന്നുള്ള അഭിമാനം എന്നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തോടൊപ്പം ജീവിച്ച 14 കൊല്ലം പ്രവർത്തിച്ച, സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞതൊക്കെ ചെയ്ത, MLA സ്ഥാനം പോലും ഉപേക്ഷിച്ച, അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് ആൾക്കാർ ഉപേക്ഷിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജിക്കത്തക്കതായി ഒന്നുമില്ല. നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പേരെ കൈവരിച്ചു വർത്തിയിട്ടുണ്ട്. ഒരു വലിയ സമുദായത്തെ ശക്തമായ ഒരു സമുദായമാക്കി മാറ്റിയിട്ടുണ്ട്. കോടാലി കോടി രൂപ, എത്ര കോടി എന്നൊന്നും പറയാൻ നോക്കില്ല. നമ്മുടെ സ്വത്തിനെ പറ്റി ഒന്നും പറയാൻ നോക്കില്ല. എന്നോടൊരാൾ പറഞ്ഞത്, പത്തനാപുരത്ത് സ്ഥലവും കൊടുത്താൽ 60 കോടി രൂപ തരാമെന്ന, സെന്റിന് 10 ലക്ഷം രൂപ വെച്ച്. ഒരു ലക്ഷവും ഇല്ല പത്തനാപുരത്തെ സ്ഥിതി അനുസരിച്ച് അവിടുത്തെ മുസ്ലിങ്ങള്. പക്ഷെ അവരാദ്യം ചെയ്യുന്ന ഒരു പള്ളിയായിരിക്കും. ചുറ്റും താമസിക്കുന്ന നായന്റെ ഒക്കെ വായുമണ്ണിടും. അതാ കുഴപ്പം. കൊടുക്കത്തുമില്ല, കിട്ടിയൊന്നും കൊടുക്കില്ല. വാങ്ങാൻ നമുക്ക് അവകാശമുള്ളൂ, കൊടുക്കില്ല. അങ്ങനെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. 100 ഏക്കർ സ്ഥലം എന്തു തുടങ്ങണമെങ്കിലും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത് മഹാത്മാവായ അദ്ദേഹമാണ്. അദ്ദേഹം തലയിൽ വെച്ച് തന്നൊരു വലിയ ഭാരം, 22 വയസ്സുള്ള തലയിൽ വെച്ച് തന്നൊരു വലിയ ഭാരം ഞാൻ ഇന്നും ചുമക്കുക. ഓരോ ദിവസവും ആ ഭാരം കൂടിക്കൊണ്ടിരിക്കുക. എങ്കിലും മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. കരയോഗത്തിന്റെ വിഭജനം സെക്രട്ടറി പറയുന്ന രീതിയിൽ വേണമെന്ന് വിഭജനം നടക്കണം. മനസ്സുകൊണ്ട് നായർ സമുദായത്തെയും പത്തനാപുരം താലൂക്ക് NSCയുടെ പ്രവർത്തനത്തെയും നിങ്ങൾ അനുഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നൊരു അപേക്ഷ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനം ഉപസംഹരിക്കുന്നു. ആചാര്യനും ദൈവവും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. സദ്യക്ക് വേണ്ടി എന്തെങ്കിലും സദ്യ കൊടുക്കാനാണെങ്കിൽ അഭ്യർത്ഥി വേണം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാല എവിടാ പൊങ്കാല ഇടുന്നത്? ദേവീ ക്ഷേത്രത്തിലെ പൊങ്കാല ഇടാവൂ. പൊങ്കാല ആർക്കാ? ദേവിക്കല്ല. അതിനൊരു സങ്കല്പമുണ്ട്. കാളീദേവി അസുരനെ കൊന്നതിന് ശേഷം വിജയിച്ചു കഴിഞ്ഞപ്പോ കുളിച്ച് സൂര്യന് പൊങ്കാല ഇട്ടു എന്നാണ് സങ്കല്പം. ആ സങ്കല്പത്തിന്റെ അർത്ഥം അറിയില്ല. അതാണ് സങ്കല്പം. അയ്യപ്പ ക്ഷേത്രത്തിൽ പൊങ്കാലയില്ല. അയ്യപ്പന് പൊങ്കാല കണ്ടുകൂടാ. കാര്യം അയ്യപ്പൻ സ്ത്രീകൾ, അതായത് അയ്യപ്പന് പല ഇതുണ്ട്. ബാല, കൗമാര, ഭാര്യയുമായുള്ള അയ്യപ്പൻ അച്ചൻകോവിലില്, നിത്യബ്രഹ്മചാരിയായ ശബരിമലയിലെ അയ്യപ്പൻ. അയ്യപ്പ ക്ഷേത്രത്തിൽ പൊങ്കാല, വിഷ്ണു ക്ഷേത്രത്തിൽ പൊങ്കാല, ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ഇടാവും. ഇപ്പോ പൊങ്കാല തുടങ്ങിയിരിക്കുകയാണ് പല ക്ഷേത്രങ്ങളിൽ. പട്ടാഴി പൊങ്കാല ഇടാം, തനു പൊങ്കാല ഇടാം, നമ്മുടെ ക്ഷേത്രമുണ്ട് അഞ്ചല് പൊങ്കാല ഇടാം, ദേവീക്ഷേത്രമാണ്. ദേവീക്ഷേത്രങ്ങളിൽ പൊങ്കാല ഇടണം, നല്ല കാര്യമാണ്. കാരണം അങ്ങനെയെങ്കിലും ഈ പൊങ്കാലയുടെ ഉദ്ദേശം എന്താണ് എന്നല്ല, ഒരുമിച്ചമഞ്ഞ് തലമൊക്കെ ആയിട്ട് പോയി എങ്ങനെ കാണാം, അതുകൊണ്ട് പൊങ്കാലയ്ക്ക് പോകാമെന്ന് പറയുന്നത് ഒരുപാട്. അതല്ലേ ലക്ഷ്യം. അപ്പൊ നമ്മുടെ ആർഷ സംസ്കാരം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും തന്നെ. ശബരിമല സ്ത്രീകളെ പ്രവേശിപ്പിക്കണം. സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്താ തെറ്റില്ല. പക്ഷേ വ്രതത്തോടുകൂടി സ്ത്രീക്ക് ശബരിമല പോകാൻ പറ്റാത്ത കൊണ്ടാ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പൊ ഞാൻ പോയാലും 41 ദിവസം വ്രതം എടുത്തേ കയറാവും, അല്ലെ കുറെ കൂടെ കയറാം. ഞാൻ ഒരു പ്രമാണിയാ, പള്ളി കൂടെ കയറി പൊക്കള, എന്നോട് ആരും ചോദിക്കില്ല. ഞാൻ വ്രതം എടുത്തു എന്നോട് ആരെങ്കിലും ചോദിക്കുമോ? ചോദിക്കില്ല. അത് അവനവന്റെ വിശ്വാസമാണ്.
41 ദിവസം തുടർച്ചയായി ചില കാലഘട്ടങ്ങളിൽ വ്രതമെടുക്കാൻ പ്രയാസമായതുകൊണ്ടാണ് വ്രതമില്ലാതെ പടി ചവിട്ടിക്കൂടാ എന്ന് ആചാര്യന്മാർ വിധിച്ചത്. ആരോടും വിരോധമുള്ളതുകൊണ്ടല്ല. ആദ്യം കാലം അടുത്ത കാലം വരെ സ്ത്രീകളകത്ത് കയറിക്കൂടായിരുന്നു. ഇപ്പൊ കയറാമെന്നായിരിക്കും അധികം ക്ഷേത്രത്തിൽ കയറിക്കൂടായിരുന്നു. ബാലക്ഷേത്രത്തിൽ കയറാം. കുളത്തൂപ്പിഴ 2 ഭാര്യമാർ ഇടത്ത് വശവും വെളുത്ത വശവും ഇരിക്കുന്ന അച്ഛൻ പോലും കയറാം. ശാസ്താവാണോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ബുദ്ധന്റെ പ്രതിമയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിലേക്ക് കിടക്കുന്നില്ല. കയറിക്കൂടാത്തടുത്ത് കയറിക്കൂടാ. ഇപ്പൊ വൈരാണി തിരുവൈരാണിക്കുള്ളൊരു ക്ഷേത്രമുണ്ട്. ആണ്ടിൽ 7 ദിവസം ആ ക്ഷേത്രം തുറക്കും. പിന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ആലുവായിക്കടുത്ത് 7 ദിവസമേ പാവൂ. അത് കഴിഞ്ഞാൽ ക്ഷേത്രമില്ല. ബദരീനാഥ് 6 മാസം കൂടിയുള്ളൂ. അതിന്റെ കാരണം അവിടെ പൂജയ്ക്ക് ആള് പോകാൻ പറ്റുകയില്ല. പൂജ വേണ്ടെന്ന് വെച്ചാൽ മഞ്ഞ് മൂടി കിടക്കുക, കുന്നോളം മഞ്ഞ്. പക്ഷെ അപ്പോഴും വിളക്ക് കത്തിക്കൊണ്ടിരിക്കും, ചൂടുവെള്ളം വന്നുകൊണ്ടിരിക്കും കുടിക്കാൻ. അത് സകല സ്ഥലത്ത് മാറിക്കിട്ടുന്നത് പറ്റുകയില്ല. അപ്പൊ ഇതിനൊക്കെ ചില ചിട്ടകളുണ്ട്. ഇത് ഭരണഘടന തീരുമാനിക്കേണ്ട കാര്യമല്ല. നീ പറയുന്നുണ്ട് ഞാൻ പറയാ, സ്ത്രീക്കും പുരുഷനും തുല്യതയുള്ളത് അമ്പലത്തിൽ കയറാനാണ് എന്നെവിടെങ്കിലും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ കവുഞ്ചേരി കൊണ്ട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കയറ്റാതിരിക്കുന്നത് ശരിയാണോ? ഇതാരും ഒന്നും മിണ്ടാത്തെ? അവരെ പേടിയാ, കഴുത്തറശി. മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കയറിക്കൊണ്ടല്ലോ. പള്ളി കയറിക്കൊടുത്ത് മാത്രമാണല്ലോ. ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിയുമ്പോൾ കഴുത്തേൽ ഒരു മാലയിട്ട് ഒരു മിഞ്ഞു കെട്ടു കെട്ടുകല്ലോ. അങ്ങനെയാണെങ്കിൽ അവരും കെട്ടണ്ടേ? പിന്നെ അവരുണ്ടേ പൂമാല, അവരും വാങ്ങിക്കണ്ടേ വസ്ത്രം? 15-16 കോടി വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ കയറുന്നത് ഏതെങ്കിലും ഒരു കോടതി കുറയാമോ ഒന്ന് കയറാൻ? ആ കോടതി കാണുകയില്ല. ഈ ശബരിമല കേസ് ഇരിക്കുന്നവരുടെ മുമ്പ് ഇതുകൂടെ വിട്ടുകൊടുക്കും. അളപ്പടവും. ഇവിടെ ഒരു കാര്യമില്ലാതെ മനുഷ്യന്റെ കഴുത്തറക്കുക. വെടിവെച്ചല്ലിപ്പോ കൊല്ലുന്ന IS എന്ന് പറയുന്ന ഒരു കഴുത്തറക്കുക, കോഴിയുടെ കഴുത്തറക്കുന്നു. വേദം ചൊല്ലിയല്ല അറക്കുക ആളുകളെ. അവർ വഴി കയറാൻ പറയാത്തെന്താ? എന്തുകൊണ്ട് പറയുന്നില്ല? സ്ത്രീയും പുരുഷനും ഒന്നാണ്. ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഞാനിത് പത്രത്തിൽ പറഞ്ഞു. എന്നോട് ആരെങ്കിലും ജഡ്ജിനാ പറഞ്ഞു, എനിക്ക് ഭരണമായിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന ആളാ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ വലവാതെ ചോദിച്ചു, ഇങ്ങനെ വിധി വന്നാൽ നാളെ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ട്, അവകാശമുണ്ടെന്ന് പറഞ്ഞൊരു കേസിന് പോയാൽ ഈ ജഡ്ജിമാരാണോ തീരുമാനിക്കുന്നത്? കേരളത്തിലെ ശബരിമല അമ്പലത്തിൽ വടകോട് കരയോഗം, പാണ്ടിത്തിട്ട കരയോഗം, ഞാറക്കാട് കരയോഗം എല്ലാം വിഭജിച്ചു. അഞ്ചൽ അഗസ്ത്യക്കോട്ട് കരയോഗം വിഭജിച്ചു. പനയഞ്ചേരി വിഭജിക്കാൻ പോകുന്നു. കുലാ കരയോഗം, മഞ്ഞക്കാല കരയോഗം വിഭജിക്കാൻ പോകുന്നു. ഒരു 100 വീട്ടിൽ കൂടുതൽ കരയോഗത്തിൽ പാടില്ല. ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ 160-150 ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കരയോഗം നടക്കത്തില്ല. പണ്ട് നായന്മാര് കുറവായിരുന്നപ്പോഴും ആള് കുറവായിരുന്നപ്പോഴും ഉണ്ടായ 176 എന്ന് പറഞ്ഞാൽ മിക്കവാറും ശ്രീ മന്നത്വനാഭന്റെ കയ്യൊപ്പുള്ള രജിസ്ട്രേഷൻ ആയിരിക്കും. അത് സൂക്ഷിക്കണം. ഉണ്ടെങ്കിൽ ആ മഹാനുഭാവന്റെ കയ്യൊപ്പുള്ള ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കരയോഗത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണ്. ആരും അത് മറക്കരുത്. അതുകൊണ്ട് കരയോഗം വിളിക്കണം. ഞാൻ തിരുവനന്തപുരത്ത് പോയാൽ താമസിക്കുന്ന പാർട്ടി ഓഫീസിലാണ്. അവിടെ മുസ്ലിങ്ങളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആ ഏറിയ തമ്പാനും നായന്മാരും മാത്രമാണ്. ഇപ്പൊ കുറെ ആളുകൾ പട്ടികാധികാരുണ്ട്. പക്ഷെ ഇപ്പം പട്ടിയുടെ കുരവോല് തന്നെ 5 പേര് ഉറങ്ങുന്ന അടുത്തൊരു പള്ളി കൊണ്ടുവച്ചങ്ങ് വാങ്ങുവില്ല. ഈ വാങ്ങി വിളിക്കുമ്പോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മൈക്ക് അവർ നിർത്തി കൊടുക്കും.
സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മൈക്ക് പ്രവർത്തിക്കുമ്പോൾ ആദ്യം വിജയിക്കും. പത്ത് മുസ്ലിങ്ങൾ എടുത്തെത്തിയാൽ അവർ തെറ്റാകുന്ന ആദ്യം മേടിക്കുന്ന ഒരു മൈക്ക, ഒരു 3 കിലോമീറ്ററെങ്കിലും ചുറ്റളവ് കേൾക്കാവുന്ന മൈക്ക്. എന്നാൽ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചാൽ അവർ പരാതി പറഞ്ഞു. ആയിരത്തി 1940-41 തിരുവനന്തപുരത്ത് പഠിക്കാൻ 2 കൊല്ലം മുൻപ് പഠിച്ച് ഒഴിച്ചാൽ ബാക്കിയൊക്കെ അല്ല. അവിടെ ഉണ്ടായ മാറ്റം നമ്മൾ കാണണം. വാളയത്തൊരു പള്ളി ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് പള്ളി എത്ര? വാളയത്തൊരു ക്രൈസ്തവ ദേവാലയം ഉണ്ടായിരുന്ന സ്ഥലത്ത് 100 കണക്കിന് പള്ളിയാണ്. ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ലയിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും പത്തനാപുരത്ത് നിന്നും ഉജ്ജയിനിൽ നിന്നും പോയ ആൾ ചെന്ന് അവർ ആദ്യം പള്ളി ഉണ്ടാക്കി. നമ്മളോ അവിടെ NSS കരയോ ഉണ്ടെങ്കിൽ ചേരുവര ചേർന്നാൽ അത് അടിച്ചു മുടക്കും. എന്തൊക്കെ ന്യായം പറഞ്ഞു. അതുകൊണ്ട് കരയോഗം വിഭജിക്കുന്നത് നല്ല കാര്യമാണ്. ഇനിയും വിഭജിക്കാനുള്ള കരയോഗങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ പത്തനാപുരത്ത് മഞ്ചള്ളൂർ കരയോഗം ഉണ്ടായി. കുന്നല രണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, പറ്റിയില്ല. പല കരയോഗങ്ങളും ഇനി രണ്ടാക്കാനുണ്ട്. എളപ്പല്ലൂർ പൊന്നൂര് 5 ആക്കി, 5 അല്ലേ 8 പിടവൂർ 3 ആയി. പട്ടാഴി കരയോഗങ്ങൾ വിഭജിച്ചു. ഇനി കന്നിമാലയോട് വിഭജിക്കാനത് വിഭജിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കരയോഗങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതൽ അച്ചടക്കവും കൂടുതൽ പ്രവർത്തന സൗകര്യവും ഉണ്ടാക്കാൻ ഉപകരിക്കുന്നതാണ്. എനിക്ക് കവിഞ്ചേരിയോട് വളരെ ഇഷ്ടമുള്ളതാണ്, വളരെ സ്നേഹമുള്ളതാണ്. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടി വന്നാൽ ഒരാളെ MBBS പഠിപ്പിക്കണമെന്നാണ് വേദന. ഞാനൊന്നും ഒന്നുമല്ല. ഞാൻ ശ്രീ മണ്ണത്തൂർക്കനാമനോട് പറഞ്ഞ MBBS പഠിപ്പിക്കാനുള്ള കാശ് വാങ്ങിച്ചു. അന്ന് നിർദ്ദേശമുണ്ട്, MBBS കഴിഞ്ഞ് വന്നാൽ ജോലി കിട്ടുന്നെങ്കിൽ ഈ തുക തിരിച്ചു കൊടുക്കണം. ഇത് കടമാണ്, തിരിച്ചു കൊടുക്കണം. ഇതെന്ന് വെച്ചാൽ അടുത്ത ആളെ പഠിപ്പിക്കാൻ പണം ഉണ്ടായി കഴിഞ്ഞാൽ കവിഞ്ചില്ല ഉണ്ടായില്ലെന്ന് മാത്രമല്ല വേറെ കുഴപ്പമുണ്ടായി. അതിലേക്ക് പറയുന്നില്ല, കിടക്കുന്നില്ല, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ NSS ഇപ്പൊ തന്നെ ഈ മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ഇന്നലെ പറഞ്ഞനുസരിച്ച് ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. പഠിക്കുന്ന പിള്ളേർക്ക് നിർത്തലരാണെങ്കിൽ അവർക്ക് പണം കൊടുക്കാൻ പഠിക്കാൻ IAS കൂടി ഞാൻ തുടങ്ങിയതാ. ഇടയ്ക്കൊരു വല്ലതും ഇല്ല, മാറി നിന്നു. IAS പോലും കാശില്ല. പഠിക്കാൻ മിടുക്കുള്ള കുട്ടികൾക്ക് കോർപ്പറേഷൻ കാശ്, ബാങ്ക് ടെസ്റ്റ്, ക്ലറിക്കൽ ടെസ്റ്റ്, IAS IFS, അങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റുകൾ, MA MSc BSc ഇങ്ങനെയുള്ള പരീക്ഷകൾക്കുള്ള വിദ്യാഭ്യാസം സമർത്ഥരായ സാമ്പത്തികമായി കഴിവില്ലാത്ത പഠിക്കാൻ മിടുക്കുള്ളവരെ അപേക്ഷിക്കുന്നില്ല, കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഞാന് അതിന്റെ ചെയർമാനായിരുന്ന കാലത്ത് പത്തനാപുരം താലൂക്കിൽ ചിലരെ കൊണ്ടൊക്കെ അപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപേക്ഷ പോലും അയക്കാത്ത, MBBS അഡ്മിഷൻ കിട്ടിയ അപേക്ഷ പോലും അയക്കാത്ത അശോകനാകുന്നു നോക്കി അയച്ചില്ല. ഇഷ്ടപ്പെട്ട വേറെ കുഴപ്പമുണ്ട്, അതിലേക്ക് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അപേക്ഷയുടെ സമയം പഠിക്കാൻ സമർത്ഥരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉടൻ തന്നെ ഓൺലൈനായി അപേക്ഷ കൊടുക്കണം. ഇപ്പൊ തന്നെ നമ്മൾ പലിശ 3%, അത് അടുത്ത കൊല്ലം വർദ്ധിക്കും, സംശയം വേണ്ട. പക്ഷെ പണം തിരിച്ചടച്ചാലേ പലിശ കിട്ടും. പലിശയുടെ സർട്ടിഫിക്കറ്റ് വഴി പണം തിരിച്ചടക്കണ്ടേ? ഇതിൽ പ്രകാരം തന്ത്രിമാരും ആചാര്യന്മാരും പറഞ്ഞ കാര്യമല്ല ശരിയെന്ന് കുര്യൻ ജോസഫ് പറയാൻ തുടങ്ങിയാൽ എന്താകും നമ്മുടെ സ്ഥിതി? കുര്യൻ ജോസഫ് ജഡ്ജിയാണ്. ശബരിമല അമ്പലത്തിൽ സ്ത്രീകൾ കയറുന്നതിനെ കുറിച്ച് കുര്യൻ ജോസഫിന്റെ രീതി കേട്ടാത്തതിനൊരു പഠിപ്പില്ല.
പാലിനകത്ത് അമയത്തിൽ കത്തിയൂരിക്കും. വേറെ സമുദായത്തിലാണെങ്കിൽ ചെയ്യൂല, ചെയ്യും. നാളെ രാവിലെ ശ്രീനാരായണ ഗുരു വിളക്ക് വെച്ച് ആരാധിക്കുന്നു. ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവരുടെ അവകാശമാണ് നഷ്ടപ്പെട്ടത്. ആരാധിക്കുന്നവരുടെ അവകാശമാണ്. ചരിത്രപരമായ തെളിവില്ല, അങ്ങനെ പാടില്ല എന്നാണ് ഒരു ജഡ്ജി പറഞ്ഞാൽ അത് തെറ്റാണ്. വിശ്വാസിയുടെ പ്രശ്നമാണ്. അതുപോലെ ഈ കാര്യങ്ങളിലൊന്നും ആർക്കും അഭിപ്രായമില്ല, ആർക്കും അഭിപ്രായമില്ല. നിൽക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൈന്ദവരുടെ ആചാരങ്ങളിൽ കടന്നു കയറുക. ഇപ്പൊ രാമജന്മക്ഷേത്രം അവിടെ പള്ളിയാണോ അമ്പലമാണോ ഒന്നൊരു സുപ്രീം കോടതിയുടെ വിധി ഒഴിയാതെ കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളവിടെ പോയി കണ്ടില്ല, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് മുസ്ലിം. കാശി വളരെ വിശിഷ്ടമല്ലേ? എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു അമ്മയെ കാശി കൊണ്ടിരിക്കണം. പക്ഷെ അവിടെ കൊണ്ടുപോയപ്പോഴാ മനസ്സിലായ എന്റെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയുടെ വല്ലതുകൊണ്ട് ഇതൊരു അമ്മയുടെ ആഗ്രഹം അനുസരിച്ചോണ്ടിരിക്കും. കാശിയിലെന്താ സ്ഥിതി? അമ്പലം കയ്യേറി, പള്ളി, കാശി വിശ്വനാഥന്റെ മുഖത്ത് പൂ എറിഞ്ഞാൽ പൂ ചെന്ന് വീഴുന്നത് പള്ളിയിലാണ്. കാശി പോയിട്ടുള്ള ആളുകൾക്കറിയാം, പള്ളിയിലാണ്. അത് ഒഴിക്കാനുണ്ട്. ഒഴിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ രാമജന്മഭൂമി എന്ന് പറയുന്നത് രാമൻ ജനിച്ച സ്ഥലം തന്നെയാണ്. പക്ഷെ കാലാകാലങ്ങളായി അത് ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആ ബാബറല്ല, വേറെ ബാബറ. ബാബർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ സന്യാസി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ സ്ഥലമാക്കി മാറ്റി. ഹിന്ദുക്കൾ തമ്മിലടിയാണല്ലോ. തിരിച്ചു കിട്ടുമോ? ഇനി ഏത് സുപ്രീം കോടതി പറഞ്ഞിട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല. അവിടെ ക്ഷേത്രം പണിതില്ലല്ലോ. കവുഞ്ചേരി ഇന്നും കല്ലും കൊണ്ടുപോയി ചൂടുകെട്ട കൊണ്ടുപോയില്ലയോ പണിയാൻ? നിങ്ങളൊക്കെ മറന്നു കാണും. ഒരു 10-15 കൊല്ലം ചൂടുകെട്ടയായിട്ട് പോയി വിടുന്ന ആളുകൾ ചൂടുകെട്ട അങ്ങ് എത്തിയില്ല. അമ്പലം പണിഞ്ഞതുമില്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ അമ്പലം പണിയുന്നു. 2 കൊല്ലമായി. പ്രധാനമന്ത്രിയുടെ പണിയൊന്നും നടക്കുന്നില്ല, പിന്നെ അമ്പലത്തിന്റെ പണി നടക്കില്ല. നമ്മളെപ്പോലെ അസംഘടിതരായ ഒരു വിഭാഗം. പുയാൻസാങ് എന്നൊരു എഴുത്തുകാരനുണ്ട്. ഞാൻ കൗഞ്ചേരി പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞു കൊടുത്ത് പ്രയോജനമാണ്. ഇപ്പം നായലാന്നൊരു തോന്നുന്ന സ്ഥലമാണ് കൗഞ്ചേരി. എല്ലാവർക്കും ഇല്ല, ഇതിലുമുണ്ട്. പുയാൻസാങ് എന്ന് പറഞ്ഞൊരു ചരിത്രകാരനുണ്ട്, ചൈനീസ് ചരിത്രകാരനാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം മുഗൾ രാജവംശത്തിന് മുമ്പുള്ള പുസ്തകമാണ്. ചൈനീസ് ഭാഷയിൽ എഴുതി ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ്. യാൻസാങ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ, വടക്കേ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളൊരു 10 കുതിരയും ഒരു 5 ആനയും കുന്തം കൊണ്ട് നടന്നു വരുന്ന 10 പട്ടാളക്കാരുമായിട്ട് വന്നാൽ വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈന്ദവൻ ഭാര്യയും ഇന്ന് തല നോക്കിയിട്ട് പറയും, ഇനി മുതലും നമ്മൾ കാര്യം കൊടുക്കേണ്ട ഇതാക്കാം, ഈ വരുന്ന ആക്കാം. ഇന്ന് കരമാണല്ലോ ജനങ്ങളുമായിട്ടുള്ള ബന്ധം. ഇനി മുതൽ നമ്മൾ കരം കൊടുക്കേണ്ട ഇയാക്കാം. ഇതായിരുന്നില്ലേ ഇവിടുത്തെ ഹൈന്ദവർ ഒരുമിച്ചൊന്നും തുപ്പിയാൽ ഒലിച്ചു പോകുന്ന രാജവംശങ്ങൾ എത്ര വർഷം നമ്മെ ഭരിച്ചു, എത്ര വർഷം ഭരിച്ചു. അക്ബർ മുതൽ ഇങ്ങോട്ടെടുത്താൽ മുഗൾ സാമ്രാജ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യം. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമൊന്നും ആയിരുന്നില്ല കേരളം. അശോകന്റെ പോലും ആയിരുന്നില്ല. ഉത്തരവിഹാരങ്ങളുണ്ടായിരുന്നു. അപ്പൊ സംഘടിതമായി നിൽക്കാനും സംഘടിച്ചു നിൽക്കാനും കഴിയണം. ആരെ തിന്നാനും കൊല്ലാനും വെട്ടാനുമല്ല. അവനവന്റെ മൗലികമായ ആദർശങ്ങളും മൗലികമായ വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ, രാജ്യത്തെ സംരക്ഷിക്കാനും മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാനും, മുമ്പിൽ കുത്തുകൊള്ളരുതെന്ന് പറയുന്ന വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാതെ ആത്മഹത്യ ചെയ്തവരുടെയും തലമുറ ഇന്ന് നമ്മുടെ വിശ്വാസം നേരിടുന്ന അപകടങ്ങൾ പൂർണ്ണമായും
നിർത്തലാക്കാനും അത് തുടരാനും വേണ്ടി വന്നാൽ ജീവൻ കൊടുത്തു പ്രവർത്തിക്കും. വിശ്വാസമാണ് വരുന്നത്. അതിനല്ലേ ഇപ്പൊ ഒരുപാട് പേര് വിശ്വാസത്തിന് വേണ്ടിയല്ലേ കഴുത്തിറക്കുന്നു. ആദ്യാൽ അമ്പലത്തിലെ പെണ്ണു പോയേക്കുന്ന വിശ്വാസത്തിന് വേണ്ടി. ആരുടെ വിശ്വാസത്തിന് വേണ്ടി? അവരുടെ വിശ്വാസമല്ല, വേറെ ആരുടെ വിശ്വാസത്തിന് വേണ്ടിയാ കഴുത്തിറക്കാൻ പോയവരുടെ കൂടിയത്. നമുക്ക് അത്ര പോലും വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മുടെ നിഷ്ഠകളൊക്കെ പാലിക്കണം. നമ്മുടെ ക്ഷേത്രങ്ങൾ പുരോഗമിക്കണം, ആരാധന വർദ്ധിക്കണം, ആഴത്തിലുള്ള ആരാധന നടത്താൻ പഠിക്കണം. പത്രത്തിൽ കാണുന്ന വെച്ചല്ല, ഹൈന്ദവരോട് ആർക്കും എന്തും ചെയ്യാവുന്നതാണ് നിലപാട്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആദ്യമായി ഹരിജനങ്ങളെ ക്ഷേത്രത്തിൽ കയറ്റിയത് തിരുവിതാംകൂറിലാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കണം. കൊട്ടാരക്കരയിലെ തൃക്കണ്ണമംഗ ക്ഷേത്രത്തിലാണ് ആദ്യത്തെ പന്തി ഭോജനം. ഹരിജനങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചത് അത് ശരിയാ. കാരണം ഹൈന്ദവരിൽ ചാതുർവർണ്ണ്യം ഏൽപ്പിച്ചതുകൊണ്ടാണ് ഹൈന്ദവർ ഇങ്ങനെയായത്. ഒരേ ദേവൻ വിശ്വസിക്കുന്ന, ഒരേ ദേവിയിൽ വിശ്വസിക്കുന്ന, ഒരേ അമ്പലത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അമ്പലത്തിനകത്ത് കയറ്റുകയില്ല എന്ന് ഹിന്ദു എന്ന് പറഞ്ഞോ അന്ന് കുഴപ്പമായി. ശങ്കരാചാര്യന് പോലും പറഞ്ഞത് ശരിയല്ല. ഇവിടെ ഹിന്ദു ഒന്നേ ഉള്ളൂ, നായരുന്ന ഭൂരിയില്ല. 14-ാമത്തെ വയസ്സിൽ പൂനൂല് പൊട്ടിച്ച ശങ്കരാചാര്യരാണ് പ്രശസ്തനായ സന്യാസി. ആ പ്രതിഷ്ഠകളാണ് ഏറ്റവും വലിയ പ്രതിഷ്ഠകൾ. ഗുരുവായൂർ പ്രതിഷ്ഠ പോലും അദ്ദേഹം ആകാശമാർഗ്ഗേണ പോകുമ്പോഴാണ് ഉടന്നാണ് വയ്പത്. ശങ്കരാചാര്യ പോലും പറഞ്ഞു. പക്ഷെ നമ്മളത് മാറ്റിയില്ല. മാറ്റാതെ ഒരു വിഭാഗം വിശ്വാസികളെ അകറ്റി നിർത്തി. അകറ്റി നിന്നവരകന്നുപോയി. ശ്രീനാരായണ ഉദ്യോഗം പറഞ്ഞിട്ടുണ്ട്, സിനോഡിൽ നിന്ന് ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യയിൽ വന്നു, ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറാറായി. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രമാണിമാർ പറഞ്ഞു, നീ ഇതിനകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈഴവരുടെ സ്വാതന്ത്ര്യം അവസാനിച്ചത്. ഞാൻ പറഞ്ഞത് കുമാരനാശാൻ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവും പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ തന്നെ ഹിന്ദു സമുദായത്തെ പലതും കണ്ട് ഹിന്ദുവിനെ പലതാക്കി ജാതി തിരിച്ച് ഹിന്ദുത്വത്തിന്റെ പാവന നഷ്ടപ്പെടുത്തി. ആ പാവന നഷ്ടപ്പെടുത്തിയാണ് നമുക്ക് പറ്റിയ അപകടം. ഇതാരും മറക്കരുത്. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാനും നമ്മുടെ ആദർശങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, ഉറപ്പുള്ള വിശ്വാസങ്ങൾ നിലനിർത്താനും അടുത്ത തലമുറയ്ക്ക് കൂടി നേതൃത്വം കൊടുക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് നമ്മൾ. ഇനിയും ആ നേതൃത്വം തുടരണം. നമ്മുടെ പിള്ളേരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മുടെ മുറ്റത്തുകൂടെ സുന്നത്ത് കഴിഞ്ഞ പയ്യൻ ഓടി നടക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഇടയാകാതിരിക്കാം. കണ്ടാൽ നല്ല രസമാണ്. ഇടയാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളെ ശരിക്കും ഞാൻ ചെയ്തിട്ട്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഫോണൊന്നുമില്ല, പഠിക്കാറൊന്നും വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വീട്ടിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ല. വീട്ടിൽ വന്നാൽ ചാണകത്തിന്റെ മണമാണ്. ഇപ്പൊ ചാണകത്തിന്റെ മണമെന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് വലിയ വിരോധമാണ്. ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വെക്കേഷൻ വരുന്ന പിള്ളേര് കൊതുക്, ചാണകം, കമുഞ്ചേരിൽ എങ്ങനെ താമസിക്കും എന്ന് ചോദിക്കുന്ന കാലമാണ്. അങ്ങനെയാക്കി നമ്മൾ അങ്ങനെ കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വിശ്വാസം, നമ്മുടെ വീട്ടിന്റെ സാഹോദര്യം, സാമൂഹ്യ പ്രതിബദ്ധത ഇതെല്ലാം നോക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ശക്തവും സമ്പന്നവുമായ, എല്ലാ തരത്തിലും സമ്പന്നവുമായ ഒരു സമുദായമായി നമ്മൾ മാറണം. നമ്മൾ ഒരുപാട് മാറി. നമ്മുടെ പിള്ളേർക്ക് ഞാൻ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ കേട്ടുകാണ്, കൊരവയിടാൻ അറിയാവുന്ന എത്ര പെൺപിള്ളേരുണ്ട്? ഈ കൊരവയിടാൻ ഈ ലോകത്ത് അവകാശമുള്ള ഒറ്റ സമുദായമുള്ളൂ, അത് നായരാണ്. കല്യാണത്തിന് പണ്ട് ശബരിമല പോകുമ്പോൾ, കെട്ടു നടക്കുമ്പോൾ
വയലിന്റെ വരമ്പേ കൂടെ പോയി എന്റെ റോഡിൽ കയറുന്നവരെ കൂടെ പോകും. 10 സ്ത്രീകൾ കുരവയിട്ടുമുണ്ട്. കെട്ടുതറയ്ക്കുമ്പോൾ കുരവയിടും. തിരിച്ച് ശബരിമലയിൽ നിന്ന് വന്ന് കെട്ടഴിക്കുമ്പോൾ കുരവയിടും. താലി കെട്ടുമ്പോൾ കുരവയിടും. 3 വയസ്സുള്ളവരെ താലി കെട്ടുമ്പോൾ കുരവയിടും. കല്യാണത്തിന് കുരവയിടും. വരണം സ്വീകരിക്കുമ്പോൾ കുരവയിടും. ഇപ്പോ ആകെ നമ്മൾ കേൾക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ കുരവയ്ക്ക് പകരം പട്ടിയുടെ കൊലയാ കേൾക്കുന്നത്. പട്ടിയുടെ കൊലയാ, ഒരൊറ്റ കൊലവ ഇടാൻ ആർക്കറിയാം? ഞങ്ങളാ യൂണിയനിൽ നിന്ന് പനമ്പറ്റ വിളിച്ച് പെൺപിള്ളേരെ കൊലവിടാൻ പഠിപ്പിച്ചയച്ചു. ഒറ്റ പിള്ളേരും കൊലവിട്ടില്ല. ഞാൻ മന്ത്രിയായിരിക്കുമ്പോ ഈ കൊലവ നമ്മുടെ കലാപരിപാടികളുടെ തിലകമാകാൻ വേണ്ടി ഒരു ഐക്യമായിട്ട് നമ്മൾ വിചാരിച്ചു പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇവിടുന്ന് പോകുന്ന പിള്ളേർക്ക് ആർക്കെങ്കിലും കിട്ടും. അന്വേഷിച്ചപ്പോ കൊലവയ്ക്ക് ആരും ചേർന്നിട്ടില്ല. കിട്ടിയത് മലപ്പുറത്തുള്ള ഒരു മുസ്ലിം പെണ്ണിനാ കൊലവിടുന്നതിന്റെ 1ാം സമ്മാനം കിട്ടിയത്. അന്നെനിക്കായി അറിവ് പഠിപ്പിക്കാൻ പോയാൽ നല്ലതാ, ഒരു ജോലി കിട്ടും, കുഴപ്പമില്ല. നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം ലംഘിക്കപ്പെട്ട ഒരു വിഭാഗമായി നമ്മൾ അധപ്പതിക്കാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കരവൻ 2ആകാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ താലൂക്കിലെ വലിയ കരവുകളൊക്കെ 2ആകുക. ഞാൻ പ്രസിഡന്റായിട്ടുള്ള കരയോഗം 3ആയി. തലൂരെ ആറ്റുകാലമ്പലം ഭരിക്കുന്നയാള് കഴുത്ത് വെട്ടുന്ന പാർട്ടി പോയി കഴുത്തടക്കുന്ന IS പോയിരിക്കുകയാണ്. വഴിതെറ്റി പോകുന്നതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ താലൂക്കിലും ധാരാളമുണ്ട്. കൗഞ്ചേരിയിൽ പറഞ്ഞാൽ എനിക്കറിയാൻ ഞാൻ ഇതിനെക്കുറിച്ച് കിടക്കുന്നില്ല. ഇപ്പോഴൊന്നും അല്ല വഴിതെറ്റാൻ തുടങ്ങിയത്, നേരത്തെ തന്നെ തുടങ്ങി. അതുകൊണ്ട് ഈ പെമ്പിള്ളർക്ക് ഈ സ്ലേറ്റിന്റെ അത്രയുള്ള ഈ ഫോണും ആരും ആവശ്യം കൊടുക്കുന്നു. പഴയ സ്ലേറ്റിന്റെ അത്രയായി ഫോൺ. ഈ ഫോണാണ് ഇത്, ഫോണാണ്. പിള്ളേരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിന്റെ പേര് വാട്സപ്പ് പിന്നെന്തായതുകൊണ്ട് വേറെ സൂത്രമുണ്ടല്ലോ, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ളതെല്ലാം കാശ് കൊടുക്കത്തുള്ളൂ. അതിനകത്തൊക്കെ കാണുന്ന ദൃശ്യങ്ങൾ കാട്ടിയാലിക്കാനും പോലും കാണാത്ത കാര്യങ്ങളാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അഭിമാനമുള്ള, അന്തസ്സുള്ള, പാരമ്പര്യമുള്ള, ഐശ്വര്യമുള്ള അന്യവിഭാഗങ്ങളെ വെറുക്കാതെ സഹായിക്കാൻ പഠിച്ച ഒരു വലിയ സമുദായത്തിന്റെ സമൂഹത്തിന്റെയും ഉടമകളാണ്. അങ്ങനെയുള്ള നമ്മൾ അത് തുടരണം. നിലവിളക്ക് കൊളുത്തി വെക്കുന്നതിന് മുമ്പ് പുറകിൽ നെരിപ്പോടും തീ കൊള്ളുന്നവരാണ് നമ്മുടെ വിശ്വാസം. ഇന്നാരും ചെയ്യുന്നില്ല. എന്റെ അമ്മ ചോദിക്കും, ഞാൻ വല്ലപ്പോഴേ വീട്ടിൽ കാണും, ഞാൻ പഠിച്ചൊക്കെ വഴിയില്ല. ഞാൻ വീട്ടിൽ വരുമ്പോ അമ്മ ചോദിക്കും, ഇത് ചെയ്യുന്ന ആളിന്റെ പേര് വിളിച്ച് ലക്ഷ്മിയെന്നോ കല്യാണിയെന്നോ പൊന്നമ്മയെന്നോ, പൊന്നമ്മേ നെരിപ്പോടി തീ കോരിയോ? നെരിപ്പോടി തീ കോരി 5 മിനിറ്റ് കഴിഞ്ഞാലേ മുഖമ്പിൽ നിലവിളക്ക് കൊടുത്തു. വിശ്വാസം എന്താ? വിശ്വാസം മൂദേവിയും ലക്ഷ്മിയും ചേട്ടനെയും അനിയത്തിയ, രണ്ടുപേരും ഒരുമിച്ച് എല്ലാ വീടും സന്ദർശിക്കാൻ. നായന്മാര് പിന്നെ സന്ദർശിക്കില്ല, അച്ഛന്മാര് വീട് സന്ദർശിക്കും. ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കുണ്ട്. എന്താ കാര്യം? ആദ്യം തീ കാണുന്നിടത്ത് മൂദേവി അങ്ങിരുന്നോളൂ. ലക്ഷ്മി മുൻവശത്ത് വിളക്കിരി ഇരിക്കും. ഇപ്പൊ മൂദേവികൾ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല. മോശമായ മരുമക്കളൊക്കെ ആണെങ്കിൽ ആ ജോലി അവർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൾച്ചറൊക്കെ മാറി. കർക്കിടക മാസമാണ്, നിർബന്ധമാണ്. രാമായണത്തിലെ ഒരുപാട് എനിക്ക് കാണാനറിയാം. വീട്ടിൽ വന്നാൽ അമ്മ രാമായണം വായിക്കും.
വായിപ്പിക്കണം, വായിക്കണം നിർബന്ധമാണ്. വായിച്ചില്ലെങ്കിൽ രാത്രി ആഹാരം തന്നില്ല. ഞാനാണെങ്കിൽ 10ാമതാണ്, ഒറ്റ ആണേ ഉള്ളൂ. ഇപ്പോഴെങ്ങാണ് വന്നെങ്കിൽ ഞാൻ ജനിക്കത്തോലും ഉണ്ടായിരുന്നു. കാരണം 1 2 അല്ലാതെ അത് കൂടുതൽ വരത്തില്ലോ. പിന്നെ 10ാമത്തെ എനിക്കെന്താ കാര്യം? രാമായണം ഇപ്പോഴും കാണാപ്പാടോ, പലതും കാണാപ്പാടോ. എനിക്ക് രാമായണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാണ്ഡമെന്ന് പറയുന്നത് കിഷ്കിന്ധാകാണ്ഡമാണ്. അതിന് കാരണമുണ്ട്, ചുമ്മാതൊന്നും ഇഷ്ടപ്പെട്ടതല്ല. രാമായണത്തിന്റെ കഥ ഒരു ഭാഗത്തേക്ക് മാറുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലാണ്. അതുപോലെ മറ്റു പല കാര്യങ്ങളാണ്. സീതയെ അന്വേഷിച്ചു പോകാൻ കിഷ്കിന്ധാകാണ്ഡത്തിലാണ് ഹനുമാൻ രംഗത്ത് വരുന്നതും ഹനുമാൻ ഉൾപ്പെടെയുള്ള വാനരന്മാർ നിയോഗിക്കപ്പെടുന്നത്. അതിന്റെ ഫലമാണ് രാമരാവണ യുദ്ധമുണ്ടായി ക്രൂരരായ രാവണനെ രാമൻ വധിക്കുന്നത്. ലോകത്തിന് മുഴുവൻ ശാപമായ അതിന്റെ തുടക്കം ആരംഭിക്കുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലാണ്. ആ കിഷ്കിന്ധാകാണ്ഡം ഇരിക്കുന്നത് കാണപ്പെടണോ? അമ്മ വായിക്കാൻ പറഞ്ഞാൽ അപ്പൊ അമ്മ എപ്പോഴും നീ എന്റെ ഇത് മാത്രം വായിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഇന്ന് രാമായണം ആരെങ്കിലും വായിക്കൂ? ആ സമയത്ത് കറുത്ത മുത്ത് കാണും, അല്ലെങ്കിൽ ഭാര്യ കാണും, അല്ലെങ്കിൽ വേറെ രണ്ടെണ്ണം ഇടയ്ക്ക് ഈ TV വെക്കുമ്പോൾ കാണുന്നതാണ്. വേറെ ഒരെണ്ണം കാണും, ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളൊക്കെ കാണും. TV കണ്ടോണ്ടിരുന്നാൽ ഭാര്യയെ അന്വേഷിച്ച് ഭർത്താവ് നടക്കുക. ഭാര്യയുടെ പുറകിൽ കൂടെ ഭർത്താവ് വന്ന് പോകുമ്പോൾ ഭാര്യ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കുക. കാരണം കഥയോട് അവസാനിപ്പിക്കാൻ പറ്റുകയില്ല, അപ്പൊ നനച്ചേ പറ്റൂ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ടെൻഷൻ, രാത്രി കിടന്ന ഉറങ്ങാനില്ല. നാളെ എന്തോ സംഭവിക്കുന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ആ സമയം തന്നെ ഇത് കാണണം. അതൊരു ഹരമാണ്. അല്ല രാമായണമോ ഭാഗവതമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പാരായണമുണ്ടോ? ഭാഗവത പാരായണം അമ്പലങ്ങളിൽ നടക്കും. അവർ സ്വയം കുറ്റപ്പെടുത്തല. എടുത്താൽ എനിക്ക് അവകാശമുണ്ട്, അതുകൊണ്ടായി ചെയ്യുന്നത്. ഭാഗവതം വായിക്കും, ഭാഗവതം കേൾക്കാൻ ആള് കാണുകയില്ല. ഉച്ചയാകുമ്പോഴേക്ക് സദ്യ ഉണ്ണാൻ ഇഷ്ടംപോലെ ആള് കാണും. എന്തിനായി സദ്യ? അവിടെ നിന്ന് കേട്ടിട്ട് വിശക്കാതെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പൂർണ്ണമായി ഭാഗവതവും അതിന്റെ വ്യാഖ്യാനവും കേൾക്കുന്നതിന് വേണ്ടിയ സദ്യ. സദ്യക്ക് വേണ്ടിയല്ല ഭാഗവത പാരായണം. ഭാഗവത പാരായണത്തിന് വേണ്ടിയ സദ്യ അല്ലയോ?